എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗ്രീഷ്മ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഗ്ലിംസസ് എന്ന് വെച്ചാൽ എന്താണ്? നേർക്കാഴ്ച. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച നിറം. ഇവിടെ പച്ച നിറം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കളറല്ല, നേരെ മറിച്ച് നമ്മൾ പല നിറങ്ങളെയും പല ഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. അതുപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റ് നമ്മൾ സമാധാനത്തിൻ്റെ സിമ്പിളായിട്ട് പറയാറുണ്ട്. അതുപോലെ ഇവിടെ ഗ്രീൻ എന്നത് ഡിനോട്ട് ചെയ്യുന്നത് പ്രകൃതിയെയാണ്. അപ്പോൾ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ നേർക്കാഴ്ച എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ആ 3 ചാപ്റ്ററും പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അത് എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററായ റസ്കിൻ ബോണ്ട് ആണ്. രണ്ടാമത്തത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ. മൂന്നാമത് നിങ്ങൾക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു കവിതയാണ് പഠിക്കാനുള്ളത്, ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ നമുക്കറിയാം പ്രകൃതി നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം തന്നെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയുടെ 2 ബ്യൂട്ടിഫുൾ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ആ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയാണ്, എത്ര സുന്ദരമാണ് നിങ്ങളുടെ പ്രകൃതി എന്ന്. ഇപ്പോൾ തന്നെ മഴക്കാലമാണ്, നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താണ് പ്രകൃതി നന്നായി പച്ചപ്പെട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ അതിന് ആദ്യത്തെ ചിത്രത്തിൽ ഒരു മനുഷ്യനെയും കാണാം. അവിടെ ആ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുകയല്ല, പ്രകൃതിയുമായി കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ്. ഒന്നിൽ നിന്നും വേർപെട്ട് മറ്റൊന്നിനൊരു നിലനിൽപ്പില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ ഇന്ന് ഏതൊക്കെ തരത്തിലാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വനനശീകരണം, അതുപോലെ പാടങ്ങൾ നികത്തി അവിടെ വീട് പണിയുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും പ്രകൃതിയെ സംരക്ഷിക്കാൻ പുതിയ തലമുറയായ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ തന്നെ പ്രകൃതിയെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈക്കു കാണാൻ പറ്റും. The mountain mist hovering over the pines and ponds unveils the heaven. അതൊരു ഹൈക്കു ആണ്. എന്താണ് ഹൈക്കു എന്ന് നമുക്ക് ആദ്യം നോക്കാം. പലതരത്തിലുള്ള കാവ്യരൂപങ്ങളുണ്ട്. വെറൈറ്റി സ്റ്റൈൽസ് ഓഫ് പോയട്രി. ജാപ്പനീസ് പോയട്രി സ്റ്റൈലാണ് ഹൈക്കു. അതായത് ഹൈക്കുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും, 3 ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടുതലായിട്ടും പ്രകൃതിയെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഹൈക്കൂസ് എഴുതിയിട്ടുള്ളത്. അതിലൊന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, ദ മൗണ്ടെയിൻ മിസ്റ്റ്. മൗണ്ടെയിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പർവ്വതം, ലൈക്ക് എവറസ്റ്റ്. മിസ്റ്റ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്. പർവ്വതങ്ങളിൽ എന്തായിരിക്കും? മൂടൽമഞ്ഞ് കാണാം നമുക്ക്. ഹിമാലയ പർവ്വതത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ എവിടെയും കാണാത്ത വളരെ റെയർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സ്പീഷീസുകൾ അവിടെയുണ്ട്. ലൈക്ക് ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, ട്രീസ് ആയിക്കോട്ടെ, ഒരുപാട് വെറൈറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പീഷീസ് നമുക്ക് അവിടെ കാണാം. ദ മൗണ്ടെയിൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്. പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തടാകം, കുളം എന്നൊക്കെ പറയാം. പൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും മഞ്ഞുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് പൈൻ ട്രീ, പൈൻ മരങ്ങൾ. അതിനൊരു ട്രയാങ്കിളുടെ ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്. പൈൻസിനും പോൺസിനും മുകളിലൂടെ സഞ്ചരിക്കുന്ന മൗണ്ടെയിൻ മിസ്റ്റ്, ആ മൂടൽമഞ്ഞ്. അൺവെയിൽസ് ദ ഹെവൻ. ആ മൂടൽമഞ്ഞ് അവിടെ നിന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? സ്വർഗം കാണാം എന്നാണ് പറയുന്നത്. അതായത് ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് അവിടെ അവർ വരച്ച് കാണിക്കുന്നത്. ഇതൊരു ഹൈക്കു ആണ്. ഇതുപോലെ ഒരുപാട് ഹൈക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് വളരെ എളുപ്പമാണ്, വെറും 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കവിതകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? സാഹസികത. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം. ആൽമരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് റോഡ് സൈഡിലെല്ലാം കാണാം, അമ്പലത്തിലൊക്കെ കാണാം. നമുക്ക് നല്ല വലിയൊരു വൃക്ഷമായി മാറുന്നതാണത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഒരു ആൽമരത്തിൽ എന്ത് സാഹസികതയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വായിക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. അപ്പോൾ നമ്മുടെ ഓതർ ഇന്ത്യയിലായിരുന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ചിരുന്നപ്പോൾ ഓതർ പറയാണ് എന്ത്? ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം.
ആ വീടും വീടിൻ്റെ മൈതാനവുമെല്ലാം ആരുടെയാണ്? ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധീനതയിൽ അല്ലെങ്കിൽ ഉടമസ്ഥതയിൽ എന്ന് പറയാം. അപ്പോൾ വീടും പരിസരവുമെല്ലാം ആരുടെയാണ്? മുത്തച്ഛൻ്റെയാണ്. പക്ഷേ ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ, മാഗ്നിഫിഷ്യന്റ് എന്ന് വെച്ചാൽ പ്രൗഢമായ, ആ വലിയ പ്രൗഢമായ ആൽമരം ആരുടെയാണ്? മൈൻ, എൻ്റെയാണ്. എന്തുകൊണ്ട്? ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സായി? 65 വയസ്സായി. ഗ്രാൻഡ് ഫാദറിന് വയസ്സായി. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്? ഹി കുഡ് നോ ലോങ്ങർ ക്ലൈം, കയറാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇനി മരത്തിലൊന്നും കയറാൻ കഴിയില്ല, കാരണം മുത്തച്ഛന് വയസ്സായി. അതുകൊണ്ട് ഈ ആൽമരം ആരുടെയാണ്? ഇപ്പൊ നമ്മുടെ ഓദറിന്റെയാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ, മുത്തശ്ശി അദ്ദേഹത്തെ എന്ത് ചെയ്യുമായിരുന്നു? ടീസ് ഹിം, ടീസ് കളിയാക്കുക. മുത്തശ്ശി ഇതും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്തും പറഞ്ഞാണ്? നിങ്ങൾക്ക് വയസ്സായി, ഇനി ആൽമരത്തിലൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൈൻ കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട്, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. കൂടാതെ മുത്തശ്ശനെ കളിയാക്കുമ്പോൾ ഒരു കഥയും കൂടി മുത്തശ്ശി പറയും. ആരുടെ കഥയാണ് പറയുന്നത്? കൗണ്ടസ്. കൗണ്ടസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭുവിൻ്റെ ഭാര്യ. ഡെസ്മോണ്ടിലെ പ്രഭുവിൻ്റെ ഭാര്യയുടെ കഥയും പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുമായിരുന്നു. കാരണം എന്താണ്? അവരൊരു ഇംഗ്ലീഷ് വുമൺ ആണ്, അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. അവരെത്ര വയസ്സ് വരെ ജീവിച്ചു? 117 വയസ്സ് വരെ ജീവിച്ചു. ഇനിയും കൂടുതൽ അവർ ജീവിക്കുമായിരുന്നു. പക്ഷെ എന്തു പറ്റി? അവര് ആപ്പിൾ മരത്തിൽ കയറുന്നതിനിടയിൽ താഴെ വീണ് അവർ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ മുത്തശ്ശി എന്ത് ചെയ്യും? മുത്തച്ഛന് ഇപ്പൊ 65 വയസ്സായി. മുത്തച്ഛനോട് പറയും എന്ത്? ആ പ്രഭുവിന്റെ ഭാര്യയുടെ അവസ്ഥ നിങ്ങൾക്ക് വരണ്ട, ഇനി മരത്തിലൊന്നും വലിഞ്ഞു കയറണ്ട, താഴെ വീണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The spreading branches എന്ന് വെച്ചാൽ എന്താണ്? ആൽമരത്തിന്റെ ശാഖകൾ, പടർന്നു നിൽക്കുന്ന ശാഖകൾ എന്ത് ചെയ്യും? അതെല്ലാം കർവ്ഡ് എന്ന് വെച്ചാൽ വളഞ്ഞുകൊണ്ട് നിലം തൊട്ട് അവിടെ വീണ്ടും അതിന് വേര് മുളയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് കർവ് ചെയ്ത്, ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഷേപ്പാണ്, കർവ്ഡ്. ഇങ്ങനെ ഒരുപാട് കർവ്സ് ഉണ്ടായിട്ട് അതെന്താണ്? ഒരു മെയ്സ് എന്ന് വെച്ചാൽ എന്താണ്? കോംപ്ലെക്സ് അല്ലെങ്കിൽ സങ്കീർണമായ ഒരുപാട് ബ്രാഞ്ചസിന്റെ ഒരു കൂട്ടം അവിടെ ഫോം ചെയ്യായിരുന്നു. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. പ്ലഷർ എന്ന് വെച്ചാൽ എന്താണ്? ജോയ്, ഡിലൈറ്റ്, ആനന്ദം. അത് അവന് എൻഡ്ലെസ് എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ആനന്ദം നൽകുമായിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dara, nestling in a valley at the foot of the Himalayas. നമ്മുടെ ബനിയൻ ട്രീക്ക് എത്ര വയസ്സാണെന്നാണ് പറയുന്നത്? അവരുടെ വീടിനേക്കാളും പ്രായമുണ്ട്. പിന്നെയോ മുത്തച്ഛനേക്കാളും പ്രായമുണ്ട്. എത്രത്തോളം? ഡെറാഡൂൺ എന്ന സിറ്റിയുടെ അത്രയും പ്രായമുണ്ട്. ആർക്ക്? നമ്മുടെ ബനിയൻ ട്രീക്ക്. അത് എവിടെയാണുള്ളത്? ഡെറാഡൂൺ എന്നത് ഉത്തരാഖണ്ഡിലെ ഒരു സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡ് എവിടെയാണുള്ളത്? ഹിമാലയത്തിന്റെ താഴ്വരയിലാണുള്ളത്. അപ്പോൾ ഹിമാലയത്തിന്റെ താഴ്വരയിൽ നെസ്ലിംഗ് എന്ന് വെച്ചാൽ കിളിക്കൂട് പോലത്തെ ഒരു സിറ്റിയാണ് എന്ത്? ഡെറാഡൂൺ. അപ്പോൾ ആ സിറ്റിയോളം പഴക്കമുണ്ടാർക്ക്? നമ്മുടെ ബനിയൻ ട്രീക്ക്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അപ്പോൾ അവൻ്റെ സ്വന്തമായി ഇപ്പോൾ ആ ബനിയൻ ട്രീയിൽ തന്നെ അവൻ്റെ ആദ്യത്തെ ഫ്രണ്ട് അല്ലെങ്കിൽ അവൻ അവിടുത്തെ പരിചിതനായത് ആരാണ്? എ ഗ്രേ സ്ക്വിറൽ, ഒരു സ്മോൾ ഗ്രേ സ്ക്വിറലാണ്. ചെറിയൊരു ഗ്രേ നിറത്തിലുള്ളത്. ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷ് കളർ, ചാര നിറത്തിലുള്ള ഒരു സ്ക്വിറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാൻ. ആ അണ്ണാനാണ് ആ ആൽമരത്തിൽ അവൻ്റെ ആദ്യത്തെ ചങ്ങാതി. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. Arching his back, അതായത് ഇവൻ ആദ്യമായി ആൽമരത്തിലോട്ട് ചെല്ലുമ്പോൾ ആ അണ്ണാൻകുട്ടിക്ക് അവൻ ആരാണ്? ഒരു സ്ട്രേഞ്ചറാണ്, അവനറിയില്ല അണ്ണാൻകുട്ടിക്ക്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ ഈ മൃഗങ്ങളെല്ലാം എന്ത് ചെയ്യും? ഒന്ന് അലേർട്ടാവും. അതുപോലെ ഈ അണ്ണാൻകുട്ടി ഇവൻ വരുന്നത് കണ്ട് അലേർട്ടായി. എങ്ങനെയാണ്? ആർച്ചിങ് ഹിസ് ബാക്ക്, അവൻ്റെ ബാക്ക് എന്താണ്? ഒരു ആർക്ക് പോലെ വളഞ്ഞ ഷേപ്പിലായി. പിന്നെയോ സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണം പിടിക്കുക. അപ്പോൾ ശത്രുവാണോ വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അണ്ണാൻകുട്ടി അലേർട്ടായി നിന്നു. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിക്രമിച്ചു കടക്കുക എന്നാണ് അർത്ഥം. അതായത് ആ അണ്ണാൻകുട്ടിയുടെ ആ സ്വകാര്യതയിലേക്ക്, പ്രൈവസി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യത, അപ്പോൾ അവൻ്റെ സ്വകാര്യത നശിപ്പിക്കാനായി കടന്നു വരുന്ന നമ്മുടെ ഈ ഓദർ ഒരു സ്ട്രേഞ്ചർ ആണല്ലോ. അപ്പോൾ ആ ഓദർ വരുമ്പോൾ നമ്മുടെ അണ്ണൻകുട്ടി എന്താണ്, അലേർട്ടായി നിൽക്കുകയാണ്. But when he found that I didn't arm myself with a catapult or air gun, he became friendlier. പക്ഷേ അവന് മനസ്സിലാവുകയാണ് എന്ത്, when he found that എന്ന് പറയാം മനസ്സിലാക്കുക. അവൻ മനസ്സിലാക്കുകയാണ് എന്ത്, നമ്മുടെ ഓദറിന്റെ കയ്യിൽ എന്തില്ല, കറ്റാപ്പുൾട്ട് നിങ്ങൾക്കറിയാം, തെറ്റാലി കവണ എന്നൊക്കെ പറയും. നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു വൈ ഷേപ്പ് സ്റ്റിക്കാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എയർ ഗൺ. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒന്നും നമ്മുടെ ഓദറിന്റെ കയ്യിലില്ല എന്ന് നമ്മുടെ അണ്ണാൻകുട്ടി മനസ്സിലാക്കുകയാണ്. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അപ്പോൾ ഓദർ അവനെ ഉപദ്രവിക്കാനൊന്നുമല്ല വന്നത് എന്ന് അവന് മനസ്സിലാവുമ്പോൾ അവൻ ഓദറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഓദർ അവൻ എന്ത് ചെയ്യാണ്, നമ്മുടെ അണ്ണാൻകുട്ടിക്ക് കഴിക്കാനായിട്ട് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ പീസസ് വെച്ച് കൊടുത്തപ്പോൾ അവന് കുറച്ചും കൂടി ധൈര്യം വന്നു. ഹി ഗ്രൂ ബോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ധൈര്യപ്പെടുക. നമ്മുടെ അണ്ണാൻകുട്ടിക്ക് എന്താണ്, ധൈര്യം വന്നു. എന്ത് ചെയ്യാണ്, ആൻഡ് ഫൈനലി അവസാനം അവൻ എന്ത് ചെയ്യാണ്, became familiar enough to take food from my hands. നമ്മുടെ ഓദറിന്റെ കയ്യിൽ നിന്നും ആ ഫുഡ് വന്ന് എടുത്ത് കഴിക്കാനുള്ള അത്രയും ഫ്രണ്ട്ലി ആയി മാറാണ് ഉണ്ടായത്. Before long he was delving into my pockets and helping himself to whatever he could find. പിന്നീട് എന്തായി, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓദറിന്റെ ഡെൽവിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരയുക, ഓദറിന്റെ പോക്കറ്റിലെല്ലാം തിരഞ്ഞ് അവന് കിട്ടുന്നതൊക്കെ അവൻ എടുത്തു കൊണ്ടുപോകുന്ന അത്രയും ധൈര്യമായ ആർക്ക്, അണ്ണാൻകുട്ടിക്ക് അവർ അത്രയും ഫ്രണ്ട്സായി. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ. അവൻ വളരെ ചെറിയൊരു അണ്ണാൻകുട്ടിയായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് probably thought him headstrong and foolish for trusting a human. അപ്പോൾ അതൊരു ചെറിയ അണ്ണാൻകുട്ടിയാണ്. അപ്പോൾ ആ അണ്ണാൻകുട്ടിയുടെ പാരൻസും റിലേറ്റീവ്സ് ഒക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്, പ്രോബബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത മാത്രമാണ്, ഉറപ്പായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഓദർ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യനെ ട്രസ്റ്റിംഗ്, വിശ്വസിക്കാൻ മാത്രം മണ്ടനാണോ, അല്ലെങ്കിൽ ഹെഡ് സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കനം, അതായത് അഹങ്കാരം, പറഞ്ഞാൽ കേൾക്കാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയാണോ ഈ അണ്ണാൻകുട്ടി എന്ന് അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വിചാരിച്ച് കാണുമെന്ന് നമ്മുടെ ഓദർ ചിന്തിക്കുകയാണ്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. സ്പ്രിംഗ് എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീസണാണ് സ്പ്രിംഗ് സീസൺ, വസന്തകാലം. അപ്പോൾ വസന്തകാലമാകുമ്പോൾ ബന്യൻ ട്രീയിൽ എന്ത് ചെയ്യും, റെഡ് ഫിഗ്സ്, അതായത് ആലിൻക എന്ന് പറയും, റെഡ് ഫിഗ്സ് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് പക്ഷികൾ പല സ്ഥലത്തു നിന്നും കൂട്ടമായി, ഫ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ കൂട്ടത്തെ പറയാനാണ് ഫ്ലോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ എന്ത് ചെയ്യും, ആ കായ കഴിക്കാനായിട്ട് ആൽമരത്തിലോട്ട് വരും. ഏതൊക്കെ പക്ഷികളാണ് വരുന്നത്, റെഡ് ബോട്ടംഡ് ബുൾബുൾ പക്ഷി, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ചിയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ചിയർഫുൾ ആയിട്ട് എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഗ്രീഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹയായിട്ട്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റർ ഒരു ടൈപ്പ് ഓഫ് മൈനയാണ്, റോസി മൈന എന്നൊക്കെ പറയും, ഒരു മൈനയുടെ വെറൈറ്റി തന്നെയാണ്. പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തയും കാക്കകളുമെല്ലാം. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ ക്വറലിംഗ്, പരസ്പരം വഴക്കിടും. അവർ കായ്കൾ കഴിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും, പരസ്പരം വഴക്കിട്ട് ചിലച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബന്യൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. നോയ്സിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹളമുള്ളത്. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ എന്തായിരിക്കും, ആ ആൽമരമായിരിക്കും എന്ത്, ഏറ്റവും ബഹളമുള്ള സ്ഥലം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. Halfway up the tree, ആ ആൽമരത്തിൻ്റെ ഒരു പകുതി ഹൈറ്റിൽ വെച്ചിട്ട് I had built a small platform, അവൻ ഒരു ചെറിയ പ്രതലം, അതായത് നമ്മൾ ഈ ഏറുമാടം എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കാൻ, അവൻ അവിടെ റെസ്റ്റ് എടുക്കാൻ പാകത്തിന് ഒരു ചെറിയ പ്ലാറ്റ്ഫോം നമ്മുടെ ഓദർ അവിടെ പണിതിരുന്നു. On which I would often spend the afternoons when it wasn't too hot. അപ്പോൾ സമ്മർ സീസണിലൊക്കെ അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ ഇടയ്ക്കൊക്കെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, അവൻ അവിടെയാണ് അവൻ്റെ സമയം ചിലവഴിച്ചിരുന്നത്. I could read there, അവൻ അവിടെ എന്തൊക്കെ ചെയ്യുമായിരുന്നു, അവൻ അവിടെ പുസ്തകങ്ങൾ വായിക്കാനിരിക്കുമായിരുന്നു.
പ്രോപ്പിംഗ് മൈസെൽഫ് എഗൈൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. എങ്ങനെ? പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ലീൻ ചെയ്യുക, ചെരിഞ്ഞിരുന്നിട്ട്. അപ്പോൾ മരത്തിനോട് ചെരിഞ്ഞിരുന്നിട്ട് അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവൻ ആ മരത്തിന്റെ തടിയിൽ തല ചായച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവൻ പുസ്തകങ്ങൾ വായിക്കും. അതുകൂടാതെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോയിങ് റൂം, അതായത് വീട്ടിലെ ഹാളിൽ ഇരിക്കുന്ന കുഷ്യൻ, ആ പില്ലോ ഒക്കെ അവൻ അവന്റെ കംഫർട്ടിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഏതൊക്കെ പുസ്തകങ്ങളാണ് അവൻ വായിക്കാറ്? ട്രഷർ ഐലൻഡ് എന്നത് ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്. റോബർട്ട് ലൂയിസ് സ്റ്റിവാൻസൺ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ മൗഗ്ലി, കിപ്ലിങ്ങിന്റെ മൗഗ്ലി ഒരു അഡ്വഞ്ചറസ് സ്റ്റോറിയാണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ, മാർക്ക് ട്വെയിൻ എഴുതിയ ഹക്കിൾബറി ഫിന്നിന്റെ അഡ്വഞ്ചേഴ്സ് എന്ന സ്റ്റോറി. അതുപോലെ എഡ്ഗറിന്റെ ടാർസൻ. ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വഞ്ചറസ് സ്റ്റോറീസ് ആയിരുന്നു അവൻ കൂടുതലായിട്ടും വായിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ അവൻ ആരുടെ സ്റ്റോറീസ് വായിച്ചിരുന്നു? ലൂസ മേ ആൽക്കോട്ടിന്റെ. അവരൊരു റിയലിസ്റ്റിക് എഴുത്തുകാരിയാണ്. അവർ അഡ്വഞ്ചറസ് സ്റ്റോറിയല്ല, കൂടുതലും ജീവിതവുമായി അടുത്തു നിൽക്കുന്ന തരത്തിലുള്ള കഥകളാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂസ മേ ആൽക്കോട്ട് മേഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിംഗ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അവന്റെ ബാഗ്. അതായത് അവൻ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും എന്ത് ചെയ്യുമായിരുന്നു? ആ മരത്തിലിരുന്ന് വായിക്കുമായിരുന്നു. വെൻ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് റീഡിങ്, അവന് വായിക്കാൻ ഒരു മൂഡില്ലാത്ത സമയത്ത് അവൻ എന്ത് ചെയ്യും? ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. അവൻ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്, ഹാഫ് വേ ഹൈറ്റിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ വായിക്കാനൊന്നും മൂഡില്ലാത്ത സമയത്ത് അവൻ എന്ത് ചെയ്യും? അവിടെ ഇരുന്നു കൊണ്ട് അവൻ താഴോട്ടുള്ള ലോകത്തിന് എന്ത് ചെയ്യും? നിരീക്ഷിക്കും. നമുക്കറിയാം, നമ്മൾ നല്ല മലകളിലൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. എന്താണ്? ഒരു നല്ല ലൈറ്റ് ബ്രീസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മുകളിൽ നിന്ന് നമ്മുടെ താഴത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യുമായിരുന്നു? ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ താഴത്തെ ലോകം അവൻ എന്ത് ചെയ്യുമായിരുന്നു? വീക്ഷിക്കുമായിരുന്നു. എന്തൊക്കെ കാഴ്ചകളാണ് അവൻ മരത്തിന്റെ മുകളിൽ ഇരുന്ന് നോക്കുമ്പോൾ കാണാറുള്ളത്? At grandmother hanging up or taking down the washing. അലക്കിയിട്ട തുണികൾ എന്ത് ചെയ്യാണ്? മുത്തശ്ശി തുണികൾ അലക്കി കഴിഞ്ഞത് ഉണക്കാനിടുന്നത്, അല്ലെങ്കിൽ ഉണങ്ങിയ തുണികൾ എടുത്ത് കൊണ്ടുപോകുന്നത്. At the cook quarreling with a fruit vendor. കുക്ക്, അവരുടെ പാചകക്കാരൻ. ഫ്രൂട്ട് വെൻഡർ എന്ന് വെച്ചാൽ ഫ്രൂട്ട് സെല്ലർ, പഴക്കച്ചവടക്കാരനുമായി തർക്കിക്കുന്നത്. ഓർ എ ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ മുത്തച്ഛൻ എന്ത് ചെയ്യുന്നതാ കാണാറ്? ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മേരിഗോൾസ്. ഇന്ത്യൻ മേരിഗോൾസ് എന്ന് പറഞ്ഞാൽ ജമന്തി, ഓറഞ്ച് യെല്ലോ കളറിൽ കാണുന്ന ഒരു ചെടിയാണത്, ഫ്ലവർ ആണത്, ഇന്ത്യൻ മേരിഗോൾഡ്. അപ്പോൾ ഇന്ത്യൻ മേരിഗോൾസിനോട്, ജമന്തി പൂക്കളോട് മുത്തച്ഛൻ ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മുറുമുറുക്കുക. ജമന്തി പൂക്കളോട് മുത്തച്ഛൻ ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. എന്തിനാണ് മുത്തച്ഛൻ ദേഷ്യപ്പെടുന്നത്? കാരണം എന്താണ്? വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗാർഡനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആരാണ്? നമ്മുടെ ഇന്ത്യൻ മേരിഗോൾഡ് നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മുത്തച്ഛന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുത്തച്ഛൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഒരു മുഷിപ്പ് ആ ചെടികളോട് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഓതർ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ കാണാറുള്ളത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. Usually, സാധാരണയായിട്ട് എന്താണ്? വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒന്നും സാധാരണ അവൻ ആ മരത്തിലിരിക്കുമ്പോൾ കാണാറില്ല. പക്ഷെ വൺ പെർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം അവൻ എന്ത് ചെയ്യാണ്? വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാഴ്ച അവൻ കാണുകയാണ് സമ്മർ സീസണിൽ. എന്താണ് ആ കാഴ്ച എന്ന് നമുക്ക് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden. എന്താണ് അവൻ കാണുന്നത്? I saw a mongoose എന്ന് വെച്ചാൽ എന്താണ്? കീരി. And a cobra മൂർഖൻ പാമ്പ്. Fight to death in the garden. രണ്ടുപേരും കൂടെ മരണത്തിലേക്കുള്ള ഒരു യുദ്ധം ചെയ്യുന്നത് അവൻ കാണുകയാണ് ആ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട്. While I sat directly above them in the banyan tree. എവിടെയാണ്? ആ യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മേലെയാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഓതർ ഇരിക്കുന്നത്. അപ്പോൾ അവൻ ആ മരത്തിലിരിക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് എന്ത്? ഒരു കീരിയും പാമ്പും യുദ്ധം ചെയ്യുന്നത്. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഏതായിരുന്നു സമയം? ഏപ്രിൽ മാസത്തിലൊരു ഉച്ച സമയമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. ആൻഡ് ദ വാം ബ്രീസസ്, നല്ല ചൂട് കാറ്റ്.
അപ്രോച്ചിങ് സമ്മർ, അതായത് സമ്മർ സീസൺ വരാറായി. അപ്പോൾ അതിൻ്റേക്ക് നയിക്കുന്ന ചൂടുകാറ്റ് വീശുന്ന സമയമാണ്. അതെന്താണ്, അത്രയും ചൂട് കാരണം എന്താണ്, ആരും വീടിൻ്റെ പുറത്തില്ല, എല്ലാവരും വീടിനകത്തിരിപ്പാണ്. മുത്തച്ഛൻ വരെ അകത്ത് കയറി ഇരിപ്പാണ്. ഇപ്പം ആരാണ് പുറത്തുള്ളത്? നമ്മുടെ ഓതർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാണ്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്. ഡ്രൗസി എന്ന് വെച്ചാൽ സ്ലീപ്പി. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഭയങ്കര ടയേർഡായി ഉറക്കൊക്കെ വന്നിരിക്കുകയായിരുന്നു. and was wondering if I should go to the pond behind the house for a swim. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, വീടിന് പിന്നിൽ എന്തുണ്ട്, ഒരു കുളമുണ്ട്, അവിടെ പോയിട്ട് കുളിച്ചാലോ എന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നല്ല ചൂടാണ്. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പോഴാണ് അവൻ എന്ത് കാണുന്നത്, ഒരു വലിയ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, വലിയൊരു മൂർഖൻ പാമ്പ് എന്ത് ചെയ്യാണ്, ഗ്ലൈഡിങ് ഔട്ട് ഓഫ്. ഗ്ലൈഡിങ് എന്ന് വെച്ചാൽ പാമ്പ് ഇങ്ങനെ മൂവ് ചെയ്യാൻ നിൽക്കറിയാം, ഇഴഞ്ഞു പോവുക, അതിനാണ് ഗ്ലൈഡിങ് എന്ന് പറയാം. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ്. ക്ലംപ് മീൻസ് കൂട്ടം, കുറേ കള്ളിമുൾച്ചെടികളുടെ, കാക്ടസ് എന്ന് വെച്ചാൽ കള്ളിമുൾച്ചെടികളുടെ കൂട്ടത്തിൽ നിന്നും ആരാണ്, ഒരു മൂർഖൻ പാമ്പ് ഇഴഞ്ഞു വരുന്നതാണ് അവൻ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഓതർ എന്ത് ചെയ്യാണ്, പുറത്ത് പോയിട്ടൊന്ന് കുളിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവൻ എന്ത് കാണുന്നത്, എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ കറുത്ത മൂർഖൻ പാമ്പ് എന്ത് ചെയ്യാണ്, ഇഴഞ്ഞു വരുന്നതാണ് കാണുന്നത് കള്ളിമുൾച്ചെടിയുടെ കൂട്ടത്തിൽ നിന്നും. അത് കുറച്ച് തണുത്ത സ്ഥലം നോക്കി അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരികയായിരുന്നു. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അതേ സമയം തന്നെ, at the same time, അപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഒരു മംഗൂസ്, ഒരു കീരി. whom I had often seen. ഓഫൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ആ കീരീനെ. ആ കീരി അതേ സമയം തന്നെ അങ്ങോട്ട് വരികയാണ്. എമേർജ് ഫ്രം ദ ബുഷസ്. എമേർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് വരിക. അത്ര നേരം ഉണ്ടാവാത്ത ഒരാൾ പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ്. ഫ്രം ദ ബുഷസ്, ചെടികൾക്കിടയിൽ നിന്നും പുറത്തോട്ട് വരികയാണ്. ആൻഡ് വെൻ സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. എങ്ങോട്ടാണ് പോയത്? നേരെ നമ്മുടെ കോബ്രയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. In a clearing beneath the tree, in bright sunshine, they came face to face. ആ ബനിയൻ ട്രീയുടെ താഴെ തുറസായ ഒരു സ്ഥലത്ത് ആ മംഗൂസും കോബ്രയും എന്ത് ചെയ്യാണ്? ഫേസ് ടു ഫേസ്, നേർക്കുനേർ വരികയാണ്. കോബ്ര knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. കോബ്രയ്ക്ക് അറിയാം. അപ്പോൾ മംഗൂസിനെ പറ്റി പറയാണ്. കീരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗ്രേ കളറാണ്, ഗ്രേ മംഗൂസ് ആണ്. 3 feet long, 3 അടി നീളമാണുള്ളത്. വാസ് എ സൂപ്പർ ഫൈറ്റർ. വളരെ സൂപ്പർ ഫൈറ്റർ ആണ്. നന്നായി എന്ത് ചെയ്യാം, അവൻ ആക്രമിക്കാൻ അറിയാം. ക്ലെവർ, വളരെ ബുദ്ധിമാനാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അക്രമകാരിയുമാണ് എന്ന് ആർക്കറിയാം? കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷെ കോബ്രയും മോശക്കാരനാണോ? അല്ല, അവനും വളരെ സ്കിൽഫുൾ, നല്ല കഴിവുള്ള, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള, അനുഭവമുള്ള ഒരു ഫൈറ്ററാണ്, പോരാളിയാണ്. He could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. എന്താ കോബ്രയുടെ പ്രത്യേകത? He could move swiftly. Swiftly എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ. And strike with the speed of light. സ്പീഡ് ഓഫ് ലൈറ്റ്, ഏറ്റവും വേഗതയുള്ള സാധനമാണ് എന്ത്? ലൈറ്റ്. പ്രകാശത്തിന്റെ അത്രയും വേഗത്തിൽ ആർക്ക് കൊത്താൻ കഴിയുമെന്നാണ് പറയുന്നത്? മൂർഖൻ പാമ്പിന് കൊത്താൻ കഴിയും. പിന്നെയോ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. ഫാങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ ഒരു പല്ല്, അതിനാണ് ഫാങ്സ് എന്ന് പറയാം. ആ പല്ലിന്റെ പിന്നിൽ എന്തുണ്ട്? വിഷമുണ്ട്, ഡെഡ്ലി വെനം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ കോബ്രയും എന്തല്ല, മോശക്കാരനല്ല. അപ്പൊ രണ്ടുപേരും എന്താണ്? പരസ്പരം ഒപ്പത്തിനൊപ്പം പറ്റിയ പോരാളികളാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പൊ രണ്ടുപേരും ചാമ്പ്യൻസ് ആണ്. ഒരു ചാമ്പ്യൻസിന്റെ ഒരു ബാറ്റിലാണ് നടക്കാൻ പോകുന്നത്. ബാറ്റിൽ എന്ന് വെച്ചാൽ യുദ്ധം. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. Hissing defiance. ഹിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്, ആ വേർഡ് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് കിട്ടും. ഹിസ്സിങ് സൗണ്ട്, പാമ്പുണ്ടാക്കുന്ന സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, ശത്രുവിനോട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഞാനും റെഡിയാണ് എന്ന രീതിയിൽ കോബ്ര എന്ത് ചെയ്യാണ്? ഹിസ്സിങ് സൗണ്ട് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ ആ ശീൽക്കാരം ഉണ്ടാക്കുകയാണ്. ഹിസ് ഫോർക്ക്ഡ് ടങ്. ഫോർക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും? കുറേ ആ സ്പൂൺ പോലെ ആയിരിക്കില്ല, ഫോർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. പാമ്പിൻ്റെ നാവ് എങ്ങനെയാണ്? അതിന് സെൻറ്ററിൽ ഒരു കട്ടുണ്ട്, അതാണ് ഫോർക്ക്ഡ് ടങ് എന്ന് പറയുന്നത്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഡാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ, ഇൻ ആൻഡ് ഔട്ട്. പാമ്പ് എന്ത് ചെയ്യാണ്? അതിൻ്റെ നാവ് അകത്തോട്ടും പുറത്തോട്ടും വളരെ സ്പീഡിൽ മൂവ് ചെയ്യുകയാണ്.
The cobra raised 3 of his 6 feet off the ground. അതിൻ്റെ 6 അടി നീളമുള്ള മൂർഖമ്പാമ്പ് എന്ത് ചെയ്യാണ്? 3 അടിയോളം ഉയർന്ന് നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? Spread his broad spectacled hood. അതിൻ്റെ ഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തി, പാമ്പ് പത്തി വിടർത്തി നിൽക്കുകയാണ്. സ്പെക്ടാക്കിൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കാണ്, അതായത് സ്പെക്സ് എന്ന് വെച്ചാൽ എന്താ? കണ്ണടയാണ്. അതുപോലത്തെ ഒരു ഷേപ്പ്, നമ്മൾ പാമ്പിൻ്റെ പത്തിയുടെ മേലെയുള്ള ഷേപ്പിനെയാണ് ഇവിടെ സ്പെക്ടാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. അപ്പോൾ കീരിയും അതുപോലെ തന്നെ അലേർട്ടായി നിൽക്കുകയാണ്. ഈ മൃഗങ്ങൾ അലേർട്ടായി നിൽക്കുമ്പോൾ അവരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി പലതരത്തിലുള്ള മാറ്റങ്ങളും കാണിക്കും. അതിലൊന്നാണ് ബുഷ്ഡ് ഹിസ് ടെയിൽ. അപ്പോൾ ഈ കീരിയുടെ വാൽ എന്ത് ചെയ്യും? നല്ല വണ്ണം വയ്ക്കും. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അതിൻ്റെ ലോങ് ഹെയർ, ഈ കീരിയുടെ പുറത്തുള്ള അതിൻ്റെ രോമങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? എഴുന്നേറ്റ് നിൽക്കുകയാണ്, ലൈക്ക് ഗൂസ് ബംസ്. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ മുൻ സമയങ്ങളിലെല്ലാം അതിൻ്റെ ആ രോമങ്ങൾ അതിനെ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന പാമ്പിൻ്റെ കൊത്തുകളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും റെഡിയായി നിൽക്കുകയാണ്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. അപ്പോൾ ഈ രണ്ട് മത്സരാർത്ഥികൾക്കും, കമ്പാറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ, ഫൈറ്റേഴ്സ്, ഇവർക്ക് രണ്ടുപേർക്കും എന്തറിയില്ല? ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ഓദർ ഇത് കാണുന്നുണ്ട് എന്ന് അവർക്കറിയില്ല. പക്ഷേ അവിടേക്ക് വേറെ 2 പേര്, സ്പെക്ടാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഓഡിയൻസ്, വേറെ 2 പേര് ഓഡിയൻസ് ആയിട്ട് വരികയാണ് ഈ കാഴ്ച കാണാൻ. ഓക്കെ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. One was a മൈന. ആരാണ്? ഒരു മൈനയാണ്. And the other a jungle crow. രണ്ടാമത് വന്നിട്ടുള്ളത് ആരാണ്? ഒരു ജംഗിൾ ക്രോ ആണ്, ഒരു കാട്ടുകാക്കയാണ്. Not the wily urban crow. Not the wily urban crow. വൈലി എന്ന് വെച്ചാൽ സൂത്രശാലിയായ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സൂത്രശാലിയായ കാക്കയൊന്നുമല്ല, ഒരു പാവൻ ജംഗിൾ ക്രോ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അത്ര കള്ളത്തരൊന്നും അറിയില്ല. They had seen these preparations for battle and had settled on the cactus to watch the outcome. അപ്പോൾ ഇവരെ ദൂരെ നിന്ന് തന്നെ ഇവർ 2 പേര് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ആര് ജയിക്കും? ഔട്ട്കം എന്ന് വെച്ചാൽ റിസൾട്ട്. ഈ 2 പേരിൽ ആരായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അവർ? സെറ്റിൽഡ് ഓൺ ദ കാക്ടസ്, കള്ളിമുൾച്ചെടിയുടെ മേലെ വന്നിട്ട് ഇരിക്കുകയാണ് കാഴ്ച കാണാനായിട്ട്. Had they been content only to watch, all would have been well with both of them. അവർ കാണാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് എങ്കിൽ അവർക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ അവർ ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വേറെ ആയിരിക്കും എന്ന് പറയാണ് നമ്മുടെ ഓദർ. The cobra stood on the defensive. കോബ്ര പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. Swaying slowly from side to side, 2 വശങ്ങളിലേക്കും പതുക്കെ പാമ്പ് ആടുന്നുണ്ട്. Trying to mesmerize the mongoose. എന്തിനു വേണ്ടിയാണ്? മെസ്മറൈസ് എന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യുക, ഹിപ്നോട്ടൈസ് ചെയ്യുക. അതായത് നമ്മൾ ഫൈറ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്ത് ചെയ്യും? ഒരു ഫോൾസ് മൂവ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മൂവ്മെൻറ്റ്. അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ആര്? നമ്മളുടെ കോബ്ര. ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് ഫോൾസ് മൂവ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കീരി എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഒരു ഫോൾസ് മൂവ് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് ആര്? നമ്മുടെ കോബ്ര. But the mongoose knew the power of his opponent's glassy unwinking eyes. പക്ഷെ മംഗൂസിന് ഇതെല്ലാം നന്നായിട്ട് അറിയാം. എന്തറിയാം? ഈ കോബ്ര എന്ത് ചെയ്യാണ്? ഒരു ഫോൾസ് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്ന് അവനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല. അത് മീറ്റ് ചെയ്യാതെ നമ്മുടെ മംഗൂസ് എന്ത് ചെയ്യാണ്? എവിടെയാണ് മംഗൂസിന്റെ കണ്ണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഇൻസ്റ്റഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്. എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഈ കോബ്രയുടെ പത്തിക്ക് താഴെയാണ് ആര്? മംഗൂസ് നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ 2 പേരും റെഡിയായി നിൽക്കുകയാണ് ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.